ദേവനും ദേവിയും കൂടി കൈലാസത്തിരിക്കുമ്പോൾ അവർ തമ്മിൽ ഒരു ചെറിയ വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ ദേവങ്ങൾ പലത് കഴിഞ്ഞപ്പോഴത്തേനും ഈ കൈലാസത്ത് പൂജകളും വഴിപാട് സെൻറ്ററിൽ അത് നാച്ചുറലായിട്ടൊരു പാറയാണ് നടുഭാഗത്ത്. അവിടെ വന്നിരുന്ന ദേവി ആലോചിച്ചു എങ്ങനെ ഭഗവാൻ തിരിച്ചു ചെല്ലുക എന്ന് പറഞ്ഞാൽ ദേവനെ സംബന്ധിച്ച് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ എത്രയും വേഗം ഇത് തടഞ്ഞാലേ ശരിയാവുള്ളൂ എന്ന് മനസ്സിലാക്കിയ ദേവൻ പെട്ടെന്ന് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പഴയ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ അങ്ങോട്ടേക്കാണ്. അപ്പോൾ ഈ ഒരു ഡാമിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്രമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാമലക്കണ്ട എക്സ്പ്ലോർ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ആ വീഡിയോ നമ്മൾ ആദ്യം പോയ സ്ഥലമായിരുന്നു ഈ ഒരു ഭൂതത്താൻകെട്ട്. അപ്പം കഴിഞ്ഞ വീഡിയോ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റാഫായ ജോർജ് സാറ് നമുക്ക് ഈ ഒരു ഐതിഹ്യത്തെ പറ്റിയും ചരിത്രത്തെ പറ്റിയും കൂടുതലായിട്ട് വിശദീകരിച്ചു തരും. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വനം എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തിൻ്റെ 1-ാം വാർഡായിരുന്നു. ഇവിടുന്ന് ഈ വനം ഇങ്ങോട്ട് സ്റ്റാർട്ടിങ് ഇത് 56,000 ഹെക്ടർ സ്ഥലമുണ്ട്. 56,000 ഹെക്ടർ കഴിയുമ്പോൾ അതിരപ്പള്ളി പാടച്ചാൽ ഭാഗത്തേക്ക് ചെല്ലും. പിന്നെ തമിഴ്നാട് ബോർഡറായിട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് വനത്തിലുള്ള മിക്കവാറും ജീവി ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ അതൊന്നും പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരില്ല എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഒരു 1/2 കിലോമീറ്റർ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും ആ മെയിൻ റോഡ് ചെന്ന് കഴിയുമ്പോഴത്തേനും നിങ്ങൾ വന്ന ഒരു പാലമല്ലേ, ആ പാലത്തിൻ്റെ അവിടെ ഷട്ടറിട്ട് കൃഷി ആവശ്യത്തിന് വെള്ളം കൊണ്ടുപോകണം. അതിങ്ങനെ വട്ടം മലയാറ്റൂർക്ക് ഒരു വലിയ കനാലുമുണ്ട്, 50 മീറ്റർ വീതിയും അത്രയും താഴ്ചയിൽ. ഈ മൃഗങ്ങൾ മുഴുവനും അതിൻ്റെ അപ്പുറയാണ്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ആൾക്കാരെ അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഒക്കെ അപ്പുറം ഈ വനത്തിൻ്റെ അകത്ത് ഒരു 3-4 അമ്പലങ്ങളുണ്ട്. പണ്ടൊക്കെ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു പറഞ്ഞാൽ അന്ന് ഇവിടെയൊക്കെ മൃഗങ്ങൾ കുറവാണ്. അന്നൊക്കെ ഒരു കൂട്ടം ആനയൊക്കെ വരുമെന്ന് പറഞ്ഞാൽ 5-6 വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് ഇടക്കാലം കൊണ്ട് മൃഗങ്ങളൊക്കെ പെറ്റി പെരുകിയതുകൊണ്ട് ഇപ്പോൾ വനത്തിലേക്ക് ആരും വിടുന്നില്ല. അപ്പോൾ അതിപ്പം മുടിഞ്ഞു എന്ന് പറഞ്ഞ രീതിയിൽ കിടക്കുക. ഈ പുഴയുടെ അപ്പുറം എറണാകുളം ജില്ലയിൽ പിണ്ടിമന പഞ്ചായത്താണ്. അങ്ങോട്ട് ജനവാസ മേഖലയാണ്. അവരൊക്കെ ഒരു 10-200 വർഷം മുമ്പ് ഇവിടെ ഈ സൈഡിൽ താമസത്തിന് വന്നു കഴിഞ്ഞപ്പോൾ വനത്തിൽക്കൂടെ പോയി ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ കനാലിൻ്റെ അപ്പുറ ഭാഗത്ത് ഒരു അമ്പലത്തിൻ്റെ തറ കെട്ടിയിട്ടുണ്ട്. 1 മീറ്റർ പൊക്കത്തിൽ 4 മീറ്റർ സ്ക്വയറായിട്ട്. അതിൻ്റെ അത് 2 പ്രതിമയുമുണ്ട്. ഒന്ന് ശിവൻ്റെയും പാർവതിയുടെയും. അവരുടെ 2 പ്രതിമയാണ് അതിനകത്തിരിക്കുന്നത്. അപ്പോൾ ഇവർ അവിടെ ചെന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അത് ചുറ്റും നടന്ന് നോക്കിയപ്പോൾ കുറേ ഓടിൻ്റെ കഷ്ണങ്ങൾ കിടപ്പുണ്ട്. ഈ ഓടിൻ്റെ കഷ്ണം എന്ന് ഉൽപ്പാദിപ്പിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരത് അന്നത്തെ രീതിയിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് അയച്ചു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അതിന് റിസൾട്ട് വന്നത് അന്ന് 2500 വർഷം മുമ്പാണ് ഈ സാധനം ഉൽപ്പാദിപ്പിച്ചിരുന്നത്. അപ്പം അതിനോട് അനുബന്ധിച്ചാണ് നമ്മൾ ഈ ഭൂതത്താൻകെട്ടിൻ്റെ ഒരു ഐതിഹ്യമായിട്ടുള്ള കഥ പറഞ്ഞത്. ഉദ്ദേശം 2500 വർഷം മുമ്പ് ദേവനും ദേവിയും കൂടി കൈലാസത്തിരിക്കുമ്പോൾ അവർ തമ്മിൽ ഒരു ചെറിയ വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ ദേവൻ ദേവിയോട് പറഞ്ഞു, ഇനി ഞാൻ നിൻ്റെ കൂടെ വസിക്കുന്നില്ല, ഞാൻ പോകുമെന്ന് പറഞ്ഞ് ദേവൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 2 കാരണത്താൽ ദേവനെ ദേവി തടഞ്ഞില്ല. അതിൻ്റെ കാരണം ഒന്ന് ചെറിയൊരു വഴക്കേ ഉള്ളൂ. അപ്പോൾ ചെറിയ വഴക്കാണേലും ദേവൻ ഇറങ്ങി ഒരു പോക്കാൻ കൊണ്ട് പോകും. ദേവന് ഭയങ്കര ദേഷ്യക്കാരനാണ്. അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്കും ചുറ്റിക്കറങ്ങി തിരിച്ചു വരും. അപ്പോൾ വഴക്കൊക്കെ മാറും. അങ്ങനെ വരുമെന്നാണ് ദേവി വിചാരിച്ചത്. രണ്ടാമത്തെ കാര്യം, തടയാൻ പോയി കഴിഞ്ഞാൽ ദേഷ്യം കൂടുതലാണെങ്കിൽ ഭാര്യ എന്നുള്ള പരിഗണനയൊന്നും കൊടുക്കില്ല, തൃക്കണ്ണ് പറഞ്ഞ് ഭസ്മാക്കി കളയും. അതുകൊണ്ട് പേടിച്ചിട്ട് തടഞ്ഞില്ല. അപ്പോൾ ദേവൻ ഒരു കാര്യം ചെയ്തു. ഇവിടെ നിന്ന് ഒരു 9 കിലോമീറ്റർ അപ്പുറം തൃക്കാരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വലിയൊരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിൽ പോയി തപസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് അവിടെ വഴക്കുണ്ടായത്. ദേവൻ അപ്പം തന്നെ മനസ്സിൽ കൂട്ടി ഇതിൽ കൂടി ഒരു അവസരം കിട്ടാനില്ല എന്ന് മനസ്സിലാക്കിയ ദേവൻ പെട്ടെന്ന് ഇവിടുന്ന് അപ്രത്യക്ഷമായി അവിടെ പോയി പ്രത്യക്ഷപ്പെട്ട് തപസ് ചെയ്ത് അവിടെ കൂടി. അങ്ങനെ മാസങ്ങൾ പലത് കഴിഞ്ഞപ്പോഴത്തേനും ഈ കൈലാസത്ത് പൂജകളും വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ അതിന് പ്രതിഫലം ഇല്ലാത്ത അവസ്ഥ വന്നു. അപ്പോഴാണ് ദേവിക്ക് മനസ്സിലായത് ദേവനില്ലാത്ത കൈലാസം ശൂന്യതയാണെന്ന് മനസ്സിലായി. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദേവനെ അന്വേഷിച്ച് ദേവി പുറപ്പെട്ടു. അങ്ങനെ പല ദിക്കിലും അന്വേഷിച്ച് നടന്ന് അവിടെ പോയി കണ്ടുപിടിച്ചു.
കണ്ടുപിടിച്ചെങ്കിലും ആധികാരികമായിട്ടൊന്നും പിടിച്ചുകൊണ്ട് പോക്ക് നടക്കില്ല. എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ചാൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം അത്രയും മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ദേവി അവിടെ നിന്ന് വിട്ടു പോകുന്നു. അവിടെ നിന്ന് വിട്ടു വന്നിട്ട് ഈ പുഴയുടെ സെൻറ്ററിൽ അത് നാച്ചുറലായിട്ടൊരു പാറയാണ് നടുഭാഗത്ത്. അവിടെ വന്നിരുന്ന ദേവി ആലോചിച്ചു എങ്ങനെ ഭഗവാനെ തിരിച്ച് കൈലാസത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ 2 ദിവസം ഇരുന്ന് ആലോചിച്ച് കഴിയുമ്പം ദേവിക്ക് കിട്ടിയ ഒരു പോയിന്റ്, നമ്മുടെ കേരളത്തിലെ എത്ര നദിയുണ്ടെന്ന് അറിയുമോ? 44 നദിയുണ്ട്. അതിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. ഈ പെരിയാറിൻ്റെ സെൻറ്ററാണ്. അവിടെയാണ് ദേവി വന്നിട്ട് ആലോചിക്കുന്നത്. ഇത് ശിവഗിരിയിൽ നിന്ന് ആരംഭിച്ച് ആലുവ പാതാളത്ത് പോയി അവസാനിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിയുമ്പോൾ ദേവിക്ക് കിട്ടിയ ഒരു പോയിന്റ്, ഇത്രയും വീതിയിൽ വരുന്ന ഈ പെരിയാർ, നടുക്ക് കൂട്ടം പാറ. ആ പാറയിൽ ഈ അപ്പറേന്നും ഇപ്പറേന്നും കല്ലുകൾ വെച്ച് കൂട്ടം ചിറ കെട്ടുക. ചിറ കെട്ടി കഴിയുമ്പോൾ ആ പുഴയുടെ അങ്ങേ സൈഡിൽ അങ്ങോട്ട് തോട് ഒഴുകുന്നുണ്ട്, ഒരു 10 മീറ്റർ വീതിയിൽ. അപ്പോൾ ഈ വെള്ളം മുഴുവനും ഇടിച്ചങ്ങോട്ട് കയറും. ഇടിച്ചങ്ങോട്ട് കയറി കഴിയുമ്പോൾ ആ പ്രദേശം മുഴുവനും വെള്ളത്തിൻ്റെ അടിയിൽ പോകും. ഈ പിണ്ടിമനയും കോതമംഗലവും തൃക്കാറ്റൂരും എല്ലാം വെള്ളത്തിൻ്റെ അടിയിൽ പോകും. പിന്നെ ദേവനിരിക്കണമെങ്കിൽ കൈലാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ദേവിക്ക് സന്തോഷമൊക്കെ ആയി. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും സന്തോഷം മാറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ദേവിയെ കൊണ്ട് തന്നെ കെട്ടൽ നടക്കില്ല. അപ്പോൾ ആരെങ്കിലും സഹായം വേണം, എങ്കിൽ അത് കെട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ദേവിക്ക് അതിനൊരു പോയിന്റ് കിട്ടി. അതായത് ഈ ദേവന് ഒരുപാട് ഭൂതപിശാചുക്കളുണ്ട്. അത് മുഴുവൻ ദേവൻ്റെ സൈന്യങ്ങളാണ്. എന്തെങ്കിലും മാർക്കുണ്ടെങ്കിൽ ദേവൻ അവരെ കൊണ്ടാണ് ചെയ്യുന്നത്. നേരെ വിട്ടു കൈലാസത്തിൽ ഇരുന്നു. അവിടെ ചെന്നിട്ട് ഇതിൻ്റെ തലവനായ മൂപ്പനെ വിളിച്ചു പറഞ്ഞു എല്ലാ ഭൂതങ്ങളെയും വിളിച്ചു കൂട്ടാൻ പറഞ്ഞു. അങ്ങനെ ഈ ഭൂതങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടി കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്ത് ദേവി പറഞ്ഞു, ദേവൻ പിണങ്ങിപ്പോയി, നമുക്ക് ദേവനെ തിരിച്ചു കൊണ്ടുവരണം. അതിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പെരിയാറിന് കുറുകെ ഒരു ചിറ കെട്ടി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പം ഈ പിശാചുക്കൾ അനങ്ങിയില്ല. കാരണം അവരനങ്ങാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർക്കും ദേവനെ പേടിയാണ്. ദേഷ്യം വന്നാൽ അവരെ ഭസ്മാക്കി കളയും. അതുകൊണ്ട് പേടിച്ചിട്ട് അനങ്ങിയില്ല. അനങ്ങാതെ വന്നു കഴിഞ്ഞപ്പോൾ ദേവി പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, എനിക്ക് വേണ്ടി ഒരു ദിവസം പണിത് തന്നാൽ മതി, പിന്നെ പണിയുണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പം ഇവർ പണിയാൻ തയ്യാറായി. പക്ഷേ ഇവർക്കൊക്കെ രാത്രി മാത്രമേ ശക്തിയുള്ളൂ, പകല് ശക്തി ക്ഷയിച്ചു പോകും. അങ്ങനെ അവർ പച്ചില വെച്ച കല്ലാണ് ഈ കല്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ തൊട്ടാണ് അവരിങ്ങനെ പണിത് അങ്ങോട്ട് വെച്ചത്. ഇവിടെ ഫില്ലാക്കി അങ്ങോട്ട് വെച്ചു. ഫുള്ളാക്കി വെച്ചിട്ട് അതിൻ്റെ പുഴയ്ക്ക് അപ്പുറം കയറിയിട്ട് അവിടെ നിന്ന് കുറച്ചും കൂടി കെട്ടി വന്നു കഴിയുമ്പോഴത്തേനും ഒരു 30 മീറ്ററും കൂടെ സ്ഥലം പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുണ്ടാകുന്ന കല്ലുകൾ മുഴുവൻ തീർന്നു പോയി. അവർക്ക് ഒരു 10-12 മുഴുത്ത കല്ലും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ ഇത് പൂർത്തീകരിക്കാൻ പറ്റും. അപ്പോൾ അപ്പുറം കിടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയുടെയാണ്. 10,000 ഏക്കർ ഈ ഇവിടെ കോതമംഗലം ഒരു വ്യക്തിയുടെയാണ്. അതിൻ്റെ ടോപ്പിൽ ഒരുപാട് മുഴുത്ത കല്ല് കിടപ്പുണ്ട്. അവിടെ പോയി ഈ പിശാചുക്കൾ പോയി 12 കല്ല് കിട്ടിയാൽ മതി. ആ 12 കല്ലും ചുവന്ന് കൊണ്ടുവന്ന് ഈ പുഴയുടെ അപ്പുറം കൊണ്ടുവന്ന് അടുക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് ചുവന്ന് കൂട്ടി വെച്ച് കഴിയുമ്പോഴത്തേനും ഇവർ മടുത്തു കഴിഞ്ഞപ്പോൾ ഇവരുടെ നേതാവ് പറഞ്ഞു, കുറച്ച് നേരം നമുക്ക് വിശ്രമിച്ചിട്ട് പോകാൻ നേരത്തെ വാരിപ്പറക്കി ഇട്ടേച്ച് പോകാമെന്ന് പറഞ്ഞ് ഇവർ വിശ്രമിക്കാനായിട്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ദേവന് ദിവ്യശക്തി ഉള്ളതുകൊണ്ട് ദേവൻ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടായിരുന്നത്. അപ്പം തന്നെ ദേവൻ മനസ്സിൽ കണക്കൂട്ടി ഒരു കാരണവശാലും ഇത് പൂർത്തീകരിച്ചാൽ ശരിയാവില്ലെന്ന്. അതിൻ്റെ കാരണം ഒന്ന്, ഈ പ്രദേശങ്ങൾ മുഴുവൻ നശിച്ചു പോവുകയാണ്. രണ്ടാമത്തെ കാര്യം, സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പരാജയപ്പെട്ട് തിരിച്ചു ചെല്ലുക എന്ന് പറഞ്ഞാൽ ദേവനെ സംബന്ധിച്ച് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ എത്രയും വേഗം ഇത് തടഞ്ഞാലേ ശരിയാവുള്ളൂ എന്ന് മനസ്സിലാക്കിയ ദേവൻ പെട്ടെന്ന് അവർക്ക് ഏത് രൂപം വേണമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി, ആ രൂപത്തിൽ അവർ പ്രത്യക്ഷപ്പെടും. ദേവൻ നല്ല അഴകുള്ള ഒരു മുഴുത്ത കോഴിപ്പൂവിൻ്റെ രൂപം എടുത്തിട്ട് പറന്ന് വന്ന് ഫസ്റ്റിലെ വരെ എടുക്കാൻ പറ്റാണ് കല്ലിൻ്റെ മേൽ വന്ന് പതുങ്ങി അവിടെ ഇരുന്നു. സൈറ്റൊക്കെ നോക്കി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇവരുടെ നേതാവ് പറഞ്ഞു, നമുക്ക് പണി തീർച്ചയായിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പിശാചുക്കൾ ഓടിപ്പോയി കല്ലെ പിടിച്ച് പൊക്കാനായിട്ട് തുടങ്ങിയപ്പം കോഴിപ്പൂവിൻ്റെ രൂപത്തിൽ നിന്ന് ദേവൻ കോഴി പോകണ മാതിരി ചിരവൊക്കെ ഇട്ട് അടിച്ചിട്ട് നീട്ടിയിട്ടൊന്ന് കൂവി കഴിയപ്പോൾ ഇവരുടെ നേതാവ് പറഞ്ഞു, പണിയൊക്കെ നിർത്തിക്കോ, കോഴി കൂവി നേരം വിളിക്കാൻ പോവുക. നേരം വിളിച്ച് അവരുടെ ശക്തി ക്ഷയിച്ചു പോകും. അങ്ങനെ ഇത് പൂർത്തീകരിക്കാതെ പോയിട്ടാണ് ഐതിഹ്യം പറഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, ഇതിനൊരു ചരിത്രമുണ്ട്. ഈ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് രാജാക്കന്മാർ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഈ നമ്മുടെ തട്ടേക്കാട് പക്ഷിസങ്കേതമുണ്ട്. അവിടെ ചേലമല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ രാജകൊട്ടാരത്തിൻ്റെ അവശിഷ്ടം ഇപ്പോഴും ഉണ്ട്. അവരവിടെ താമസിക്കുന്ന സമയത്ത് അവർ ഇവിടെ ചിറ കെട്ടിയിട്ട് ഞാൻ ആ പറഞ്ഞ ആ തോട് വഴി വെള്ളം കയറ്റി കൊണ്ടുപോയി കൃഷിയൊക്കെ ചെയ്ത് സമ്പൽസമൃദ്ധിയിൽ ജീവിക്കുന്ന സമയത്ത് അന്ന് നാട്ടുരാജാക്കന്മാർ താഴെയുണ്ട്. അപ്പോൾ ഈ വേനലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വെള്ളത്തിൻ്റെ ക്ഷാമം വന്നു കഴിഞ്ഞപ്പോൾ ഇവരോട് താഴെയുള്ള ടീമുകൾ പറഞ്ഞു പൊട്ടിച്ച് അവർക്കും കൂടെ വെള്ളം കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇവർ കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും
സാധാരണ അന്നൊക്കെ യുദ്ധമാണല്ലോ പറയുന്നത്. അപ്പോൾ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെയുള്ള രാജാക്കന്മാരൊക്കെ കൂടി ആലോചിച്ചു എന്ത് ചെയ്യണമെന്ന്. ആലോചിച്ച് കഴിഞ്ഞപ്പം ഇവരെ കഴിഞ്ഞും 10 മടങ്ങ് ശക്തന്മാരാണ് താഴെയുള്ളത്. യുദ്ധം ചെയ്താൽ ഇവരെ ആവശ്യത്തിന് അടിയും കിട്ടും, പൊട്ടിച്ചുകൊണ്ട് പോകുന്നത് മനസ്സിലാക്കിയതുകൊണ്ട് ഇവർ സ്വന്തമായിട്ട് പൊട്ടിച്ച് അവിടെ വിട്ടാതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും ഈ കെട്ട് ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഒരു 10-40 വർഷം മുമ്പ് വരെ നമുക്ക് ഈ കെട്ടിൻ്റെ മേലുകൂടെ ഇങ്ങനെ നടന്നു പോകാമായിരുന്നു. അപ്പം ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്ത് വലിയ വെള്ളമൊക്കെ വരുമ്പോഴത്തേനും അപ്പുറം ജനവാസ മേഖലയാണെന്ന് പറഞ്ഞല്ലോ, അവിടെ ആൾക്കാരൊക്കെ വന്ന് താമസമൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അവരെന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഈ 30 മീറ്റർ സ്ഥലത്തോടെ ഈ വെള്ളം പോകില്ല, ബാക്കി ഇങ്ങനെ കെട്ടി വെച്ചേക്കുമല്ലേ. അപ്പോൾ ആ വെള്ളം അങ്ങോട്ട് ഇടിച്ച് കയറി അവരുടെ കൃഷികൾ നശിക്കാൻ തുടങ്ങിയപ്പോൾ അവർ സർക്കാരിലേക്ക് കംപ്ലയിൻറ്റ് ചെയ്തു. അങ്ങനെ സർക്കാർ ഇടപെട്ട് കൈത്തമരമൊക്കെ വെച്ച് ഇവിടെ മരുന്നൊക്കെ ഇട്ട് തോട്ടം വെച്ച് പൊട്ടിച്ച് ഇതെല്ലാം തള്ളി കളഞ്ഞാണ് കംപ്ലീറ്റ്. അപ്പോൾ അത് പൊട്ടിച്ച് കളഞ്ഞുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഈ കാണുന്ന സ്ഥലത്ത് 10-75 വലിയ ഇതുപോലെ ഇതിൻ്റെ അകത്ത് ഇരിക്കും പോലെയുള്ള മരങ്ങൾ ഒരു 10 അടി പൊക്കത്തിൽ മണ്ണൊക്കെ ആയിട്ട് നിന്നതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഈ 18 ഫ്ലഡിൽ ഭയങ്കര വെള്ളപ്പൊക്കം ആയിരുന്നല്ലോ. അന്ന് സാറ് അത് അപ്പുറത്തേക്ക് നോക്കി ഒരു വലിയ കെട്ടം കാണാം കേട്ടോ, അതിൻ്റെ ഒപ്പാണ് അന്ന് വെള്ളം വന്നത്. അപ്പോൾ ആ വെള്ളം വന്നു കഴിഞ്ഞപ്പോഴത്തേനും വെള്ളത്തിന് പവറായി. അപ്പോൾ ഈ ഇവിടെ പൊട്ടിച്ച് വിട്ടപ്പോഴത്തേനും ഈ നമ്മൾ കപ്പയൊക്കെ വലിച്ചു പറിക്കും പോലെ ചിറ്റിച്ച് എല്ലാം പറിച്ച് ഈ കോലത്താക്കി കിടക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ കഥ. ചരിത്രമുണ്ട്. കെട്ടുപിടി ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കണോ അവിശ്വസിക്കണമെന്ന് അതൊക്കെ ഓരോരുത്തരുടെ ഇത്. കാരണം ഇത് 56,000 ഹെക്ടർ സ്ഥലമാണ് അങ്ങോട്ട്. ഈ 56,000 ഹെക്ടർ സ്ഥലത്തും ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ 78 ഫോറസ്റ്റ് വാച്ച്മാനായിട്ട് കയറിയതാണ്. എൻ്റെ പേര് ജോർജ് എന്നാണ്. അപ്പോൾ അന്ന് ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല. അന്ന് പോയപ്പം ഈ ഇതിൻ്റെ അകത്ത് കുറേ മുനി അറകളുണ്ട്. മുനിമാർ തപസ് ചെയ്താന്ന് പറഞ്ഞത് വിരിഞ്ഞ പാറ. ആ വിരിഞ്ഞ പാറയിൽ പാറ ഒരു 6 അടി 7 അടി നീളത്തിൽ, 1 അടി വീതിയിൽ, 1 അടി കട്ടിയിൽ, 5 അടി വീതിയിൽ പലക പോലെ കീറിയെടുത്തേക്കുക. എന്നിട്ട് വിരിഞ്ഞ പാറയിൽ ഒരെണ്ണം ഇവിടെ നിവർത്തി അങ്ങോട്ട് വയ്ക്കും. പിന്നെ 5 അടി അകലത്ത് ഇവിടെ ഒരെണ്ണം നിവർത്തി വയ്ക്കും. ഒരെണ്ണം മേളിൽ നിന്ന് വെക്കും, ഒരെണ്ണം ആ സൈഡിൽ നിന്ന് വെക്കും. ഇതിൻ്റെ അകത്ത് മുനിമാർ തപസ് ചെയ്താന്ന് പറഞ്ഞത്. അപ്പം അത് തന്നെ. അപ്പം അതിൻ്റെ അകത്ത് ഈ മുനിമാർ തപസ് ചെയ്താന്ന് പറഞ്ഞത്. അതുപോലെ മണ്ണിലുണ്ട്. ഈ മണ്ണിലുള്ള അത് അവരുടെ ശവകുടീരാണ്, അങ്ങനെയാണ് പറയണത്. നമ്മളൊന്നും അറിയില്ലോ. അപ്പം ആ സാധനം ഈ 56,000 ഹെക്ടർ സ്ഥലത്ത് ഒരു സ്ഥലത്തും പാറ പൊട്ടിച്ചിട്ടില്ല, പാറ കീറിയിട്ടില്ല. ആ ഒരു കല്ല് മുഴുത്തൊരു കല്ല് പോക്കണമെങ്കിൽ ശക്തന്മാരായ ഒരു 10-50 ആണുങ്ങളൊന്ന് പൊക്കിയെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പൊക്കാൻ പറ്റുള്ളൂ. അത് എവിടെ നിന്ന് ആരെങ്ങനെ കൊണ്ടുപോകുന്നു അത് ആ ഒരു ക്വസ്റ്റ്യനാണ്. എന്തോ ഒരു ശക്തി. അല്ലെങ്കിൽ അന്ന് ഏതായാലും ഇത് വാളും കൊണ്ട് കീറി വെക്കും പോലെ കറക്റ്റായിട്ടാണ് കീറി എടുത്തേക്കണത്. നല്ല ഷേപ്പില് ഞാനത് ഓർക്കുന്നത് പുതിയ നല്ല ഷേപ്പില് നല്ല ഗ്ലേസിംഗ് ആയിട്ടൊക്കെ വെച്ചേക്കണം. അത് ഞങ്ങളുടെ അടുത്ത് ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെയാണ്. നാട് ഇവിടെ തന്നെ. ഞാൻ താമസിക്കുന്നത് വടാട്ടുപാറ എന്ന സ്ഥലത്താണ്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ പല പ്രാവശ്യമായിട്ട് വന്ന ആൾക്കാർ ഈ വെള്ളത്തിൽ ഇവിടെ അവിടെ കെട്ടി നിർത്തിയേക്കണോ. അവിടെ എന്ന് പറഞ്ഞാൽ 40 ഇപ്പം വെള്ളം പറ്റിയേക്കണോ ആയതുകൊണ്ട് 40 അടി താഴെ അവിടെ. ഇവിടെ ഒരു 10-15 അടി താഴ്ചയാണ് ഇവിടെ ഉള്ളത്. ഈ വെള്ളത്തിന് നോക്കുമ്പോൾ ഒരു ഒഴുക്കുമില്ല ഒരു സ്ഥലത്തേക്കും. പക്ഷേ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് അടിയൊഴുക്കും ചുഴിയാണ്. അപ്പം ചാടി ഇറങ്ങി കഴിയുമ്പോഴത്തേനും മേളിൽ ഒരു അനക്കമില്ലല്ലോ, ഫ്രഷായ വെള്ളം ആയതുകൊണ്ട് നോക്കുമ്പോൾ അടി വരെ നമുക്ക് കാണാം. അപ്പോൾ ചാടി അങ്ങ് ഇറങ്ങി കഴിയുമ്പോഴത്തേനും അടിയൊഴുക്കും ചുഴിയാണ്. അപ്പം വലിച്ചു കത്തിക്കൊണ്ട് പോകും. അങ്ങനെ 27 പേര് മരിച്ച സ്ഥലമായിട്ട്. അത്രയും ആൾക്കാരെ അന്നൊന്നും നോക്കാൻ ആരുമില്ല. അപ്പം അത് 8 വർഷം മുമ്പ് അത് അങ്ങനെ അത്ര ആൾക്കാർ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ പ്രശ്നമായി ഈ ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള. അപ്പോൾ അവർ ബ്ലോക്ക് ചെയ്ത് അങ്ങനെ 3-4 മാസം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാർ പറഞ്ഞു തുറക്കാൻ പറഞ്ഞു, നല്ല പ്ലേസാണ് തുറക്കാൻ പറഞ്ഞു. ബഹളം ഉണ്ടാക്കിയിട്ട് സർക്കാർ ഡെയിലി വേസ്റ്റിൽ ഞങ്ങൾ ഇട്ടത് അവിടെ. അപ്പോൾ ആ ഡെയിലി വേസ്റ്റിൽ അന്ന് ഞങ്ങളായിട്ടെന്ന് പറഞ്ഞാൽ 4 പേരെയാണ് വെച്ചത്. അന്ന് നമുക്ക് 10-25 തച്ച് വെച്ചാൽ പറ്റുമെന്ന് അങ്ങനെ നമ്മൾ ഇട്ടു. അങ്ങനെ ആ പണി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ 8 വർഷമായിട്ടാരും മരിക്കാതെയായി. പക്ഷേ 5-6 മാസം മുമ്പ് ഒരു സംഘടനയുടെ കീഴിലാക്കി ഇപ്പോൾ 10 പേരെ ആക്കി. പക്ഷെ 10 പേരെ ആക്കിയെങ്കിലും അന്ന് 4 പേരുടെ അറ്റൻസും കൂടെ ഇത് എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് പോകണേ. അത്രയും അതിനൊരു
അറ്റൻസ് കിട്ടിയിട്ടില്ല, സർക്കാർ തന്നിട്ടില്ല. ഇപ്പം ഒരു മാസത്തിലേക്ക് കൂടി വന്നാൽ 12 മണി അല്ലെങ്കിൽ 13 മണി. അങ്ങനത്തെ നമ്മുടെ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ ചരിത്രവും അതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ നമ്മൾ ജോർജ് സാറിലൂടെ അറിഞ്ഞു. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പേ ഒരുപാട് വീഡിയോകൾ റെഫർ ചെയ്തിരുന്നു ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി. പക്ഷെ പലതിനകത്ത് പല പല കാര്യങ്ങളാണ് അറിഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി കിട്ടിയത്, അതായത് ഇവിടുത്തെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഐതിഹ്യം ചരിത്രം എന്താണെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.